ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങൾ 2 ദിവസമായിട്ടോ ബോംബെയിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉത്രാടമായി. ഇപ്പം ചെറിയൊരു പൂക്കളം ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ. കണ്ടമാനം മഴയായി ഇപ്രാവശ്യം. അതുകൊണ്ട് പൂക്കളൊന്നും ശരിക്കും അങ്ങോട്ട് ഇവിടെ നമ്മളെ പൂന്തോട്ടത്തിൽ ഒക്കെ ഇങ്ങനെ ഇതായി പോയി. അപ്പോൾ കുറച്ച് പൂവൊക്കെ മേടിച്ച് ഒന്ന് ചെറിയൊരു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പൂവൊക്കെ നേരെയാക്കിയിട്ട് വേണം ഇടാൻ. കഴിഞ്ഞോ? ഇതില്ല, നമുക്ക് അറിയണ മാതിരി ഇങ്ങോട്ട് ഇടുക. ഇതിന്റെ വെറൈറ്റി കുറവല്ലേ? അതെ, ഓരോ ഇത് മേടിക്കുമ്പോ ഭയങ്കര വില. അതിൽ കൂട്ടായി മേടിക്കുമ്പോ പക്ഷെ അതിലൊക്കെ 2-3 ഉണ്ടാവുള്ളേ. നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോഴേ ഒന്നും ഉണ്ടാവില്ല. പൂക്കളത്തില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ മുക്കുറ്റി തോട്ടത്തിലുള്ളോണ്ട് നമ്മൾ വെക്കുന്നു മാത്രം. അതായത് ഒന്നും നമുക്ക് പൂവിടാൻ പറ്റിയിട്ടില്ലെങ്കിലും ചാണകം മെഴുകി മുക്കുറ്റി വെക്കുക എന്നാണ് പറയുക. ഉത്രാടത്തിന്റെ പൂക്കളം റെഡി ആയിട്ടോ. ഇനി സദ്യ ഒന്നുമില്ല കുറി. ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചോറ് കൂട്ടാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു നാരങ്ങയുടെ അച്ചാറ് ആണ് ഇപ്പൊ ഇതിന്റെ കൂടെ ഇടുന്നത് കേട്ടോ. അത് ഞാൻ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഓണത്തിന്റെ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇക്കുറി ഉണ്ടാക്കുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്ക അച്ചാറും ചെറുനാരങ്ങ ഉപ്പിലിട്ട ഇതും അതാണ് ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കണം. എന്താ വെച്ചാൽ ഓണാകുമ്പോഴേക്കും അതൊന്ന് നന്നായി പദം വരണം. ഇത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ച നെല്ലിക്ക കേട്ടോ. ഇത് ഇനി നമുക്കൊന്ന് എണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റണം. അപ്പൊ ഇത് ഞാൻ ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് വഴറ്റിട്ട് കേട്ടോ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലെണ്ണയാണ് കേട്ടോ പാരുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. ഇത് ചൂടായേ. ഇനി ഇതിലേക്ക് നെല്ലിക്ക ഇടണം. നെല്ലിക്ക ഒന്ന് നന്നായി പദം വരണം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവണം നെല്ലിക്ക. ഇനിയിപ്പോ നമ്മൾ എണ്ണയിൽ വഴറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. ഈ നെല്ലിക്ക. പക്ഷെ അതിനേക്കാളും സ്വാദ് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടോ. ഇനി അധികം വഴറ്റണ്ട. ഇനി ഇത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റും കൂടി വഴറ്റിയിട്ട് നമുക്കിത് വാങ്ങാം. ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയി. ഇനി ഞാനിത് വാങ്ങാൻ പോവാണ് കേട്ടോ. ഓഫ് ചെയ്യാണ്. ഇതൊന്ന് ചൂടാറണം. നമുക്കിതിൽ ബാക്കി എണ്ണ ഉണ്ട്. ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ഇതൊന്ന് 4ആയി മുറിക്കണം. അപ്പൊ ഒന്ന് ചൂടായി ആറിയിട്ട് വേണം ഇതൊന്ന് മുറിക്കാൻ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അത് ചൂടാറുമ്പോഴേക്കും നെല്ലിക്ക ചൂടാറുമ്പോഴേക്കും നമുക്ക് നാരങ്ങ റെഡിയാക്കാം. അപ്പൊ നാരങ്ങ ഞാൻ ഓൾറെഡി നല്ല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കണ്ടത് നല്ല സോഫ്റ്റായി ഉണ്ടോ. വെള്ളത്തിലിട്ട് തിളപ്പിച്ച കാരണം നല്ല സോഫ്റ്റ് ആയി. ഇതിനിപ്പോ നല്ല ചൂടാറിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറുതായിട്ട് നുറുക്കണം. അതെ, ഇതിവിടെ ഉണ്ടായ നാരങ്ങയാണ്. കഴിഞ്ഞു, അവസാനത്തെ നാരങ്ങയാണ്. ഇതിന്റെ കുരുക്കെ ഒന്ന് നമുക്ക് കളയാട്ടോ. കുരു കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി നുറുക്കാം. ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തിളപ്പിച്ച കാരണം ഇത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അധിക ദിവസം ഇരിക്കണം എന്നില്ല. പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇതേമാതിരി തന്നെയാണ് നമ്മള് വടോപ്ലി നാരങ്ങ അല്ലേ, ആ നാരങ്ങ കൊണ്ട് ഉപ്പിലിട്ട അച്ചാർ ഉണ്ടാക്കാം. പക്ഷെ അത് നമ്മൾ പച്ചയിൽ തന്നെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അത് അപ്പൊ തന്നെ കഴിക്കാനും പറ്റും. ഇത് ഒരു മാക്സിമം ഒരാഴ്ചയെങ്കിലും ഇരിക്കണം. എന്നാലാണ് അത് ശരിക്ക് ഇത് ഉപ്പും എല്ലാം പിടിക്കുള്ളൂ ഇതില്. അപ്പൊ അതാണ് ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കാൻ കാരണം കേട്ടോ. ഈ കല്യാണ സദ്യക്കും അങ്ങനത്തെ വിളമ്പാൻ തുടങ്ങി. ഓ, നാരങ്ങ ഈ ഉപ്പിലിട്ട നാരങ്ങ വിളമ്പാൻ തുടങ്ങി. അതെ, കൊറേ വിഭവങ്ങൾ വേണ്ടേ. എണ്ണം തികയ്ക്കുക എന്നുള്ളതാണ്. മറ്റേ നാരങ്ങ ഇതൊക്കെ വീട്ടിലിങ്ങനെ കഞ്ഞി കുടിക്കുമ്പോഴും അതെ പണ്ട് ഉപയോഗിച്ചിരുന്നാണ്. അതെ, പക്ഷെ എന്തായാലും നമുക്ക് ആ പണ്ടത്തെ സദ്യ, ഒരു 4 കറി, ഒരു 2 പായസം, അതൊക്കെ ആകുമ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ വേസ്റ്റ് ആണ് ശരിക്കും. ഓണത്തിനൊരു വ്യത്യസ്തമാക്കായിരുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ച കാരണം ഇപ്രാവശ്യം വേറെ നമുക്ക് അച്ചാറുകളല്ലേ വേണ്ടു. അതിപ്പോ പല വിധത്തിലും ഉണ്ടാക്കി കഴിക്കാലോ. പിന്നെ പറഞ്ഞില്ല, അധികമൊന്നും
ഇല്ല പ്രാവശ്യം അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ആഘോഷാക്കണില്ല. ഇല്ല അതെ. എങ്ങനെ വീണിട്ടേ പൊട്ടിച്ച് വെച്ചത് ഇതൊക്കെ ഫ്രഷ് ആണ്. ഇത് 2 ദിവസമായി ഫ്രിഡ്ജിലായിരുന്നു, പക്ഷെ ഒരു വാടിയ പോലെ. അതെ. ഇനി ഇതിലേക്ക് ഞാന് ചീനമുളകും ഇഞ്ചിയാണ് കേട്ടോ ഇടുന്നത്. ചീനമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ ചീനമുളക്. പിന്നെ ഇഞ്ചി ഇത് ഇവിടുന്ന് പറിച്ചതാണ്. ഇങ്ങനെ ആയിട്ടില്ല ഇഞ്ചി. ഇഞ്ചി പറിക്കുന്ന ടൈം ഏപ്രിൽ അല്ല ഫെബ്രുവരി മാസത്തിലാവുന്നു അല്ലേ? അപ്പൊ ഇതാ ചെറുതായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇഞ്ചി അത്ര വലുതാവില്ല, വാങ്ങണ പോലത്തെ ആവില്ല. ഈ ഇഞ്ചിയും കൂടി ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിടും. കല്ലുപ്പാട്ടോ ഇടുന്നത്. അപ്പൊ അത് വെള്ളം ആയിക്കോളും കുറച്ച് കഴിയുമ്പോഴേക്കും. നന്നായി ഇളക്കുക. കഴിഞ്ഞു പണി. പിന്നെ കുറച്ച് സുർക്ക വരുന്നുണ്ട് കേട്ടോ. സുർക്കയും ഈ നാരങ്ങ നമ്മൾ തിളപ്പിച്ച വെള്ളല്ലേ അതും കൂടി കുറച്ച് പാരുന്നുണ്ട്. സ്പൂണ് സുർക്ക. പിന്നെ കുറച്ച് നാരങ്ങയുടെ വെള്ളം. 10 ദിവസം കഴിയുമ്പോഴേക്കും നല്ല സ്വാദ് ഉണ്ടാവും കേട്ടോ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമുക്ക് ഈ ഒരു ഇത് മതി ശരിക്കും നമുക്ക് ചോറുണ്ണാനോ, അല്ലെങ്കിൽ ഇപ്പോ ഞാനൊക്കെ ഓട്സ് ഒക്കെ കഴിക്കുമ്പോ ഇത് കൂട്ടിയിട്ടാ കഴിക്കുക. അത്രയും സ്വാദാണെന്നത്. അപ്പൊ ഇത് റെഡിയായേ. ഇതിനൊരു 10 ദിവസമൊക്കെ നമുക്ക് ഓണാകുമ്പോഴേക്കും ഇത് നന്നായി ഇതിലെ ഈ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഈ നാരങ്ങയിൽ പിടിച്ച് നല്ലൊരു സ്വാദ് ഉണ്ടാവും. അപ്പൊ ഇത് റെഡി ആയിട്ടോ. ഇനി നെല്ലിക്ക ഞാൻ ചൂടാറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ. ഒരു ഉണ്ട് ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിലാണ്. എത്ര വേണം. അല്ലെങ്കിൽ അത് എന്താ പറയുക, ഇത് നന്നായി ആയതല്ല, എനിക്ക് അളിഞ്ഞു പോകും അല്ലെങ്കിൽ. ഇനി നമുക്ക് കുറച്ച് കായും ഉലുവയും കൂടി പൊടിക്കണം കേട്ടോ. അപ്പൊ ഞാൻ കായം എന്താ ഒരു 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് പൊടിച്ച് വെക്കാലോ. അപ്പൊ അത്യാവശ്യം ഉപയോഗിക്കാം. അപ്പൊ അത് ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ വരുന്നുണ്ട് കേട്ടോ. ഈ നെല്ലിക്ക മൂപ്പിച്ച എണ്ണയാണിത്. ഈ കായത്തിന്റെ പൊടി ഇടുന്നേക്കാളും നല്ലത് നമുക്ക് കായ ഇങ്ങനെ മൂപ്പിച്ചിട്ട് ഇടുന്നതാണ്. അപ്പൊ പ്രത്യേക ഒരു വാസനയും സ്വാദും ഉണ്ടാവും. അപ്പൊ കായം മൂത്തിട്ടു. ഇത് ഈ ജാറിലേക്ക് ഇടട്ടെ. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് കുറച്ച് ഉലുവ പൊട്ടിക്കണം. ഉലുവി മൂത്തിട്ടനെ ഓഫ് ചെയ്യണേ. ഇതും കൂടി ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി പൊടിക്കണം. ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. ബാക്കി ഞാനൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ നമുക്ക് എപ്പോൾ അച്ചാർ ഉണ്ടാക്കണമെങ്കിലോ സാമ്പാർ ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നന്നായി പൊടിഞ്ഞു. ഇനി ഈ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ കുറച്ചും കൂടി എണ്ണ, ഒരു 2 സ്പൂണും കൂടി എണ്ണ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. നെല്ലിക്ക എല്ലാം ഞാൻ ഇതേ ടൈപ്പിൽ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ എണ്ണ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് പൊടികൾ ഇടാൻ. അപ്പൊ ഒരു 3 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി, ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, കായും ഉലുവയും പൊടിച്ചത് ഒരു 1.5 സ്പൂണ്, ഉപ്പ്. ഇത് കല്ലുപ്പാണ്. നന്നായി ഇളക്കുക. കുറച്ചും കൂടി എണ്ണ പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി പേസ്റ്റ് ആവട്ടെ. ഇത് ഓൾറെഡി ഇത് ചൂടുണ്ട്. അപ്പൊ ഇനി കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഈ നെല്ലിക്ക നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സുർക്കയും കുറച്ച്
വെള്ളം ചൂടാറിയതിട്ടോ, തിളപ്പിച്ച് ചൂടാറിയ വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ചിലവര് കടുകൊക്കെ പൊട്ടിച്ച് എന്താ പറയാ കറിവേപ്പിന്റെ ഇലയൊക്കെ ഇടും കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇനി കുറച്ച് വെള്ളം സുർക്കയും കൂടി പാരട്ടെ കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം, ചൂടാറിയ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ സുർക്ക ആഡ് ചെയ്യണം, 2-3 സ്പൂണ് സുർക്ക. എന്നിട്ട് ഇത് ഇതിലേക്ക് പാരുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച വെള്ളം വേണേ, പച്ച വെള്ളം പാരരുത്. കറക്റ്റായി. ഇനി ഉപ്പ് നോക്കട്ടെ കേട്ടോ, ഉണ്ടോന്ന്. ഉപ്പ് നോക്കിയപ്പോ ഉപ്പില്ല കേട്ടോ. ഞാനൊരു 1/2 സ്പൂണും കൂടി ഉപ്പിടുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഇതില് 1.5 സ്പൂണ് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് അലിഞ്ഞ് വരുമ്പോഴേക്കും കറക്റ്റ് ആയിക്കോളും. പൊടിയുപ്പല്ലല്ലോ, കഷ്ണത്തിലൊക്കെ പാകമായിക്കോളും. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാല് കുപ്പിയിലാക്കി വെക്കുക. ഇതില് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടാട്ടോ വേണമെങ്കിൽ. അപ്പൊ ഞാനതൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. വെളുത്തുള്ളി എന്താണ് ഈ ഇതിലേക്ക് നെല്ലിക്കയിലേക്ക് എത്രത്തോളം ചേരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ വെളുത്തുള്ളിയുടെ സ്വാദ് വേറെയും നെല്ലിക്കയുടെ സ്വാദ് വേറെ ആയിട്ടാ തോന്നിയത്. അപ്പൊ നെല്ലിക്ക ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറുമാണ് നെല്ലിക്ക. പിന്നെ ഇത് എങ്ങനെ കഴിച്ചാലും നല്ല വിറ്റാമിൻ സി ഉള്ള സാധനമല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിപ്പോ ഇനി ഒരു 10-15 ദിവസം 10-12 ദിവസം കൂടി ഉള്ളൂ ഓണത്തിന്. അപ്പൊ അതിന്റെ മുന്നേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ നേരം അപ്പോഴേക്കും അത് ശരിയാവും. അപ്പൊ ഞാനിത് റെഡിയാക്കി. അപ്പം ഇത് ആറി കഴിഞ്ഞിട്ട് കേട്ടോ കുപ്പിയിലാക്കുള്ളൂ. അപ്പൊ നെല്ലിക്കച്ചാറൊക്കെ ഞാൻ കുപ്പിയിലാക്കി. ഇതുണ്ടോ നല്ല എണ്ണ മേലേക്ക് വന്ന് നല്ല തെളിഞ്ഞു കേട്ടോ. 4-5 ദിവസം കഴിയണം. അതെ, ഇതുണ്ടോ നന്നായി നെല്ലിക്കയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് ഒന്ന് പിടിക്കണം. അപ്പൊ ഒരു 2 ദിവസം കഴിഞ്ഞാലാണ് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഓൾറെഡി കുപ്പിയിലാക്കി നന്നായി അടച്ചു വെക്കുക. നന്നായി എന്താണ് ഒന്നും കൂടി ഇതിൽ പിടിക്കണം കേട്ടോ. ഈ നാരങ്ങയില് മുളകൊന്നും ഉപ്പ് പിടിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു 5-6 ദിവസം കഴിയുമ്പോഴേക്കും ഇത് റെഡി ആവുള്ളൂ. നമുക്ക് ഓണാവുമ്പോഴേക്കും ഇത് രണ്ടും റെഡിയാവും. അപ്പൊ ഓണത്തിനുള്ള നാരങ്ങയും നെല്ലിക്കയും റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത വിഭവങ്ങള് ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.